അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ മഹിളാ മോർച്ച പ്രവർത്തകർ ഇന്ന് KSRTC ബസ്സിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ. 10 പൈസയുടെ ബുദ്ധി ഉണ്ടോ ഇവറ്റങ്ങൾക്ക്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവറ്റകൾക്ക് 10 പൈസയുടെ ബുദ്ധിയില്ല. ബുദ്ധിക്ക് പകരം ചാണകം നിറച്ചിട്ടുള്ള കുറച്ച് മോർച്ചകളാണ് ഇന്ന് KSRTC ബസ്സിൽ ഇത്തരം പ്രവർത്തികൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. കോൺഗ്രസ് സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളൊരു സംരംഭം കൊണ്ടുവരണ്ടായി. അത് മെയ് 15 മുതൽ നിലവിൽ വരുമെന്നൊക്കെ കോൺഗ്രസ് പറയുകയുണ്ടായി. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ബോധമില്ലേ, ബുദ്ധിയില്ലേ? ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. മന്ത്രിമാർ ആരൊക്കെയാണെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ മോർച്ചറികൾ പ്രകടനവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു KSRTC ബസ്സുകളിൽ. ആ വിഷയമൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കി. പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന് സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ, നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മളെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ അനുസാരം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടണം. നമ്മളെ കേട്ടാണ്ട് ഒരു ബസ്സിന് പോകണ്ട. അവർ ബസ് ഡ്രൈവർ പറയുന്നത് ടിക്കറ്റ് കൊടുക്കാണ്ട് നമുക്ക് പോകാൻ അനുവാദമില്ലമാണ്. അപ്പൊ അങ്ങനെ അനുവാദമില്ലെങ്കിൽ ആരും പോകണ്ട. 15 മുതൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ എവിടെയൊക്കെ ടിക്കറ്റ് അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത്? കുന്നമംഗലത്തേക്ക്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല ഞങ്ങൾക്ക് സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. എന്നാ സർക്കാർ പറഞ്ഞിട്ട് 15 ദിവസം മുതലാണ് പ്രാബല്യത്തിൽ വരിക പറഞ്ഞിട്ട്. 15 ഡേറ്റ് പറഞ്ഞല്ലേ, 15 മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ളത്. അധികാരത്തിൽ കയറണം ഞങ്ങൾ നോക്കണ്ട. 4-ാം തീയതി അത് കഴിഞ്ഞിട്ട് അവിടെ അധികാരത്തിൽ കയറണം ഞങ്ങൾ നോക്കണ്ട. 15-ാം തീയതി ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ അവകാശം ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഇനിയിപ്പോ ഇന്ന് ഇറങ്ങാനുള്ള പരിപാടി ഇല്ല. അല്ല പറഞ്ഞതേ, ഈ KC വേണുഗോപാൽ പറഞ്ഞത് നമ്മൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോ നമുക്ക് ഇറങ്ങണം തോന്നുമ്പോ നമ്മൾ അപ്പൊ പറയും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെന്ന്. സർക്കാർ വരാനുള്ള ഒരു അവകാശം കൊടുക്കണ്ടേ നമുക്ക്? അല്ല, സർക്കാർ അവര് വരാത്ത ഞങ്ങളെ കുറ്റമല്ല. അവര് മത്സരിച്ചിട്ട് അവരെപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ വരുന്നോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് 15-ാം തീയതി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇതിനൊക്കെ എന്താണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലയിൽ ചാണകം നിറച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഈ പാവങ്ങളൊക്കെ ഏതോ നേതാക്കന്മാർ പറഞ്ഞ് പറ്റിച്ച് ചിലപ്പോൾ 100 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞു വിട്ടുണ്ടാവുക.